ദിവ്യ എസ് അയ്യരുടെ ഒരു കവിത. ദിവ്യ എസ് അയ്യർ എഴുതിയ കവിതയല്ല ഇത്. എന്നാലും മനോഹരമായൊരു വിവാദകരമായൊരു കവിത ആയതുകൊണ്ടാണ് ഇതെനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം എന്തെന്നില്ലാതെ സന്തോഷിച്ചു. ഭയങ്കര ഇഷ്ടമായി ഈ കവിത. ഈ കവിതയുടെ ആശയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. അതിനുള്ള കാരണം ഇതാണ്. അദ്ദേഹം മറ്റുള്ളവരിനെയൊക്കെ സ്വന്തം സഹോദരന്മാരെ പോലെ കണക്കാക്കി. സഹോദര എന്ന് വിളിക്കുകയല്ല, എന്തിലൂടെയാണ് സഹോദരൻ എന്ന മനോഭാവമാണ് യേശുവിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാവുമ്പോൾ നമ്മളെല്ലാവരും തമ്മിൽ സഹോദരരാണല്ലോ. അതുകൊണ്ട് ഈശോ നമ്മെ സഹോദര എന്ന് വിളിച്ചു. സ്നേഹപൂർവം പിതാവിന്റെ മക്കളാണെന്ന് കണക്കാക്കി. ഇനി രണ്ടാമത്തെ കാരണം, സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് വിശേഷമാണ് അവിടെ പറയുന്നത്? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ല സദ്വാർത്തയാണ് പറയേണ്ടത്. സുവിശേഷം, നല്ല വിശേഷങ്ങൾ, അതാണ് മറ്റുള്ളവരെ വളരാനായിട്ട് സഹായിക്കുക. അപ്പൊ അതുകൊണ്ട് യേശു സുവിശേഷം പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ ആയിത്തീരണം. എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യം, മറ്റുള്ളവർക്കൊരു ഗുണമുള്ള കാര്യം സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നല്ല വിചാരണ ലഭിച്ചില്ല. അദ്ദേഹത്തിന് അവിടെ എല്ലാവർക്കും നന്മ ചെയ്ത് നടന്നിട്ട് അവസാനം കുരിശിലേറ്റാണല്ലോ ചെയ്തത്. അപ്പൊ ഒരു ശരിയായിട്ട് തീരുമാനം എടുക്കാനായിട്ട് പീലാത്തോസിന് കഴിഞ്ഞില്ല. നല്ല വിചാരണ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. അത് അദ്ദേഹം കറുത്ത വർഗക്കാരനായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം, ഇപ്പോ കറുത്ത വർഗക്കാരോ കറുത്തവരോ ആയിക്കോട്ടെ, അവർക്ക് ഈ 3 കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്ന് പറയുന്നത്. അപ്പോ കറുത്ത വർഗക്കാരെ കറുത്തവരെ മാറോട് ചേർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അടുത്തത്, യേശു ഒരു ജൂതനായിരുന്നു എന്നാ പറയുന്നത്. ജൂതനാവാൻ കാരണം എന്താണ്? അവൻ അപ്പന്റെ തൊഴിൽ ചെയ്തു. എത്ര രസകരമായിട്ടാണ് യേശുവിന്റെ ആ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളത്, ആ ബൈബിളിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പോ അവൻ അപ്പന്റെ തൊഴിൽ തന്നെ ചെയ്തു. അതേപോലെ തന്നെ 32 വയസ്സ് വരെ സ്വന്തം വീട്ടിൽ ജീവിച്ചു. അതുപോലെ അമ്മ അവനെ ദൈവമായിട്ട് കണക്കാക്കി, ബഹുമാനിച്ചു. പരസ്പര ബഹുമാനം. അമ്മ മകന്റെ പിന്നാലെയാണ് പോയത്, അല്ലാണ്ട് മകൻ അമ്മയുടെ പിന്നാലെ അല്ല പോയത്. അപ്പോ അമ്മയ്ക്ക് അറിയാം അവൻ ദൈവമാണെന്ന്. അങ്ങനെ അവന്റെ പിന്നാലെ അമ്മ പോയി. അപ്പോ അദ്ദേഹം ഒരു ജൂതനായിരുന്നു അതുകൊണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറ്റലിക്കാരുടെ പ്രത്യേകതകൾ, അങ്ങനെ ആ പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവൻ ആംഗ്യത്തിലൂടെ സംസാരിച്ചു. നമുക്ക് ഘോരഘോരം കഠിന പ്രസംഗങ്ങളുടെ ആവശ്യമൊന്നുമില്ല. മനുഷ്യരുടെ ഹൃദയത്തിന് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷ മൃദുവായ ഭാഷയാണ്. ഞാനും മൃദുവായ ഭാഷ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് ശ്രമിക്കുന്നു. എൻ്റെ സ്വരം മൃദുവാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഭാഷ തന്നെ ആവശ്യമില്ല, ആംഗ്യത്തിലൂടെയാണ് സംസാരിച്ചത്. എന്ന് വരൂ, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ ആംഗ്യത്തിന്റെ ഭാഷയാണ്, സ്നേഹത്തിന്റെ ഭാഷ. അതേപോലെ തന്നെ വീഞ്ഞ് കുടിച്ചിരുന്നു. എല്ലാ ഭക്ഷണത്തിനോടൊപ്പം വീഞ്ഞ് കുടിച്ചിരുന്നു. അതുപോലെ ഒലിവ് ഓയിലും ധാരാളം ഉപയോഗിച്ചിരുന്നു, ഒലിവെണ്ണ അന്ന് നാട്ടിൽ കിട്ടിയിരുന്നു. അപ്പം അദ്ദേഹം ഒരു ഇറ്റലിക്കാരനായിരുന്നു.
അദ്ദേഹം കാലിഫോർണിയക്കാരനായിരുന്നു. കാരണം മുടി മുറിക്കാതെ നടന്നു, നഗ്നപാതനായിട്ട് നടന്നു. ആ പ്രകൃതിയെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പുതിയ മതം തുടങ്ങി എന്ന് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. മതം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അഭിപ്രായം എന്നേ ഉള്ളൂ. പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു. പുതിയ നിയമം മനുഷ്യന് വേണ്ടിയിട്ടുള്ള നിയമമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പ്രധാനപ്പെട്ട പഠനം ഇതാണ്. തന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് പഠിപ്പിച്ചത്. ഇനി അടുത്തത് അയർലൻഡുകാരനായിരുന്നു. വിവാഹം കഴിച്ചില്ല. കഥകളിലൂടെ സംസാരിച്ചു. ഈ കഥകളിലൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണ് കഥ. ചിലർക്ക് കഥയൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്ക് കഥയൊക്കെ ഇഷ്ടാട്ടോ. ഇനി പുൽമൈതാനങ്ങളെ സ്നേഹിച്ചിരുന്നു. ആ മൈതാനത്തൊക്കെ ഇങ്ങനെ കിടക്കാനും മൈതാനത്ത് ഇരുന്നിട്ടൊക്കെയാണ് ആളുകളെ പഠിപ്പിച്ചിരുന്നത്. അടുത്തത് പറയുന്നത് അദ്ദേഹം ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ്. സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണമില്ലാത്ത ആളുകളെ പോറ്റി. ഓരോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അതിഥികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ടെങ്കിലും കൂടിയിട്ട് എന്തൊക്കെയോ അല്ലേ ഉണ്ടാക്കാം നമുക്ക്. വല്ല എന്താ പറയാ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് പറയും, ഒരു ഓലക്കുടി കൊണ്ട് നീ വേണമെന്ന് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നു പറയും. അതൊരു തമാശയായിട്ട് എനിക്കത് ഭയങ്കര അതിശയമായിട്ട് കിടക്കണം. കാരണം അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നതൊന്നും വേണമെന്നില്ല, പക്ഷെ വിശന്ന് വരുന്ന ആൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്, പുരുഷന് സാധിക്കില്ല എന്നല്ല അതിൻ്റെ ഉദ്ദേശം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ആളുകൾക്ക് എപ്പോഴും സന്ദേശം കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് ജനം നടക്കുന്നത് എന്നൊരു സിമ്പതി ജനങ്ങളോട് തോന്നി. അവന് അവരോട് അനുകമ്പ തോന്നി എന്നാണ് പറയുന്നത്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെട്ടിട്ടാണ് ജനങ്ങൾക്ക് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് സന്ദേശങ്ങൾ, തനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരെ മാനസികമായിട്ടും സാമൂഹികപരമായിട്ടും ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ് യേശു ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ പണികൾ തീരാത്ത കാരണം 3 ദിവസം മരിച്ചിടത്തുനിന്ന് എണീറ്റ് വന്ന് പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് ബാക്കിയുള്ള പണികളും കൂടി ചെയ്തു അല്ലേ. ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് നിങ്ങൾ എൻ്റെ പാത പിന്തുടരണം എന്ന് പറഞ്ഞ് ലോകം മുഴുവനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. ഇതൊക്കെ ഒരു സ്ത്രീക്കാണ് സാധിക്കുക എന്നതുകൊണ്ട് സ്ത്രീയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മൃദുവായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മൃദുവായ ഹൃദയമുള്ളൊരു ജീവിയാണ് അല്ലേ. അപ്പോൾ ഈ ഭാഷ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് മൃദുവായിട്ട് എല്ലാവരും സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ ചിലപ്പോൾ മറ്റുള്ളവരോട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നു. അത് വരുന്നത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അങ്ങനെ വരാറുണ്ട്. നമ്മുടെയൊക്കെ സ്വഭാവം അങ്ങനെ ആയി തീർന്നു. അപ്പോൾ അതിലേക്ക് ഞാനും ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും ശ്രമിക്കണം. അപ്പോൾ ഒരു നല്ല കവിത, ഈ കവിത എഴുതിയത് ഡോക്ടർ ക്രിസ്ത്യാന റിസർട്ടോ എന്ന് പറയുന്നത് 2021 എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. വളരെ മനോഹരമായ ക്രിസ്തുവിനെ ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ്. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിവാദമായപ്പോഴാണ്. ഇത് ദിവ്യ എസ് നായരാണ്, നമ്മുടെ IAS കളക്ടറാണ് ഇത് തർജ്ജമ ചെയ്തത്. ഭയങ്കര രസമായിരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും, ഇത് എന്നിൽ എത്തിച്ച എല്ലാവർക്കും, എല്ലാ ശക്തികൾക്കും നന്ദി പറയുന്നു. നിങ്ങൾക്കും ഈ കവിത ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ യേശു ഈ ക്രിസ്ത്യാനിക്ക് അറിയുന്നത് പല രാജ്യങ്ങളും, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തൃശ്ശൂര് കോഴിക്കോട് നിന്നും പറയാനായിട്ട് ക്രിസ്ത്യാനിക്ക് അറിയില്ലല്ലോ. നമുക്ക് അതറിയാമായിരുന്നെങ്കിൽ ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നേനെ യേശു കേരളക്കാരനായിരുന്നു അല്ലേ. കേരളക്കാരനായിരുന്നു യേശു എന്ന് പറയുമ്പോൾ എന്താ പറയാ, യേശുവിൻ്റെ ഏത് സ്വഭാവമാണ് ഈ കേരളത്തിനുള്ളത് എന്നാ പറയാ. അത് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാമോ? യേശു ഒരു കേരളക്കാരനായിരുന്നു, യേശു ഒരു മലയാളി ആയിരുന്നു എങ്കിൽ യേശുവിൻ്റെ ഏത് സ്വഭാവ പ്രത്യേകതകളാണ് അതിലെ കാണിക്കാന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാമോ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.